നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതുപോലൊരു ചെറിയ കവർ ടാങ്ക്, ആ ടാങ്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ടാങ്കിന് ആവശ്യത്തിന് മധുരം ഉണ്ടാവും, എന്നാലും ഒരല്പം മധുരത്തിന് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് യോജിപ്പിച്ച് ഇതിനെ ഒന്ന് തിളയ്ക്കാൻ വെക്കണം. അതിനോടൊപ്പം തന്നെ 1 കപ്പ് പാലും ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടാങ്ക് കലക്കിയതും തിളച്ചിട്ടുണ്ട്. ഇനി രണ്ടിലും ഒരേ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുമിച്ച് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പില് കോൺഫ്ലവർ കലക്കിയത്, 2.5 ഹീപ്ഡ് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത്, ടാങ്കിലും 1/2 കപ്പില് 2.5 കോൺഫ്ലവർ കലക്കിയത്, പാലിലും 1/2 കപ്പില് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ചേർക്കണം. അതിലേക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുത്തു. 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട്. പാലിലേക്കും 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കട്ട കെട്ടാതെ യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ പാലിന് ആവശ്യമായ മധുരം കൂടി ചേർത്ത് യോജിപ്പിക്കണം. പാല് നല്ല കുറുകി വരുന്നുണ്ട്. അതിലേക്ക് ഫ്ലേവറിന് 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അല്പം കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. അതുപോലെ തന്നെ ടാങ്കും കുറുക്കിയെടുത്തിട്ടുണ്ട്. പുഡിങ്ങിന് വേണ്ടിയുള്ള 2 മിക്സും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പുഡിംഗ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനൊരു പുഡിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫസ്റ്റ് ലെയർ ഞാൻ ടാങ്കിന്റെ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടിന്റെയും ടെമ്പറേച്ചർ ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടാവണം. ചെറിയൊരു തണുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, എന്നിരുന്നാൽ കൂടിയും ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാവണം. പിന്നെ ടാങ്കിൻ്റെ ഒഴിച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ കൂട്ടൊഴിക്കുമ്പോൾ ഒരല്പം കെയർഫുള്ളായിട്ട് അതിൻ്റെ മേളിൽ പതിയെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. പുറത്തേക്ക് പോവാത്ത രീതിയിൽ, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കണം. വളരെ സാവകാശം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ടാങ്കിൻ്റെത് ഒഴിച്ചു കൊടുക്കാം. അതും വളരെ സാവകാശം സ്പ്രെഡ് ചെയ്ത് തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം. ഈ രീതിയിൽ ലെയർ ആയിട്ട് നമുക്ക് ഈ ബൗളിൽ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് ഫുൾ സെറ്റ് ചെയ്തെടുത്തോട്ടെ. പുഡിങ്ങിന്റെ 2 ലെയറും ഞാനൊരു ബൗളിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് അകത്ത് മാത്രം നിറച്ചിട്ട് പുറമെ മൊത്തം ടാങ്കിന്റെ ആണ് ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ആക്കിയതിന് ശേഷം 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. പുഡിംഗ് ഞാൻ ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓറഞ്ച് മിൽക്ക് പുഡിംഗ് എത്ര സോഫ്റ്റ് ആണെന്ന് കണ്ടില്ലേ. വളരെ ഈസി അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.